So before we study the theory of probability, let us learn the definition of certain terms which will be frequently used. Important terms and their definition. The first term is experiment. An experiment is defined as a process for which its result is well defined. Experiment എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ്. Its definition: an experiment whose outcomes can be predicted with certain under identical conditions. നമുക്ക് ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുമെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, we are familiar with the experiments in science which always produce the same result when repeated under identical conditions. നമ്മൾ സയൻസിലൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനം ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത്. ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത് തന്നെ ഒരുപാട് തവണ സെയിം എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരേ റിസൾട്ട് കിട്ടുമ്പോഴാണ്. അതാണ് ആ ഒരു എക്സ്പെരിമെന്റ് റിസൾട്ടായിട്ട് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ സയൻസിലൊക്കെ നടക്കുന്നത് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് ആണ്. അടുത്തൊരു എക്സ്പെരിമെന്റും കൂടിയുണ്ട്, ദാറ്റ് ഈസ് റാൻഡം എക്സ്പെരിമെന്റ്. An experiment whose outcome cannot be predicted is called a random experiment. നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിന്റെ ഔട്ട്കം, അതിന്റെ റിസൾട്ട് എന്താണെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല എങ്കിൽ ആ എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റാൻഡം എക്സ്പെരിമെന്റ്സിലാണ്. കാരണം നമുക്ക് മുൻകൂട്ടി റിസൾട്ട് എന്താണെന്ന് പറയാൻ കഴിയരുത്. Probably it may rain today. അപ്പൊ എന്താണ് റിസൾട്ട്, മഴ പെയ്യുമോ പെയ്യില്ലയോ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്, അൺസർട്ടനിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് ആണെങ്കിൽ ആ എക്സ്പെരിമെന്റിലാണ് നമുക്ക് പ്രോബബിലിറ്റി മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. റാൻഡം എക്സ്പെരിമെന്റ്സിന് എക്സാമ്പിൾ പറയാൻ കഴിയോ? ഫോർ എക്സാമ്പിൾ, ആദ്യത്തത് ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാൻ കഴിയും ഏതൊക്കെയാണ് പോസിബിലിറ്റീസ്. സോ ഔട്ട്കംസ് വരെ എന്താണ്, അപ്പൊ ആ ഒരു പോസിബിലിറ്റീസ് വരുന്ന റിസൾട്ടുകളെയാണ് നമ്മൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ either head comes or tail comes. ഓക്കെ, സോ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. ഓക്കെ, ഇപ്പൊ ഹെഡ് ആണോ ടെയിലാണോ വരുന്നത്, ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ചാൻസസ് പറയാൻ നമുക്ക് ഹെഡ് വരാം, ടെയിൽ വരാം. ഓക്കെ, സോ ടോസിങ് എ കോയിൻ എന്ന എക്സ്പെരിമെന്റ് ഇറ്റ്സ് എ റാൻഡം എക്സ്പെരിമെന്റ്. രണ്ടാമത് റാൻഡം എക്സ്പെരിമെന്റ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ത്രോയിങ് എ ഡൈ. What is a die? A die is a well-balanced cube with 6 faces marked with number of dots from 1 to 6. Okay? So, ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്കംസ് ഓൾറെഡി പറയാൻ കഴിയും. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഏതാണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഔട്ട്കം എന്താണ് വരുന്നതെന്ന്. So this experiment is a random experiment. പിന്നെ മൂന്നാമതൊരു എക്സ്പെരിമെന്റ് പറയുകയാണെങ്കിൽ സെലക്ടിങ് എ കാർഡ് from a well shuffled pack of cards. പ്ലേയിങ് കാർഡ്സിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. അപ്പൊ കാർഡ്സും അതിൽ 4 സൂട്ട്സ് ഉണ്ട്, അതൊക്കെ ഞാൻ അടുത്ത ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പം ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 52 കാർഡ്സ് ഉണ്ടാവും. ഈ ഒരു 52 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. Without looking
we are taking a card from a well shuffled pack of cards. സോ ഏതോ ഒന്ന് എടുക്കുന്നു. അപ്പോൾ 52 കാർഡ്സിൽ ഏത് വേണമെങ്കിലും ആകാം. അത് ഏത് കാർഡാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. സോ ദിസ് എക്സ്പെരിമെന്റ് ഈസ് ഓൾസോ എ റാൻഡം എക്സ്പെരിമെന്റ്. അതുപോലെ തന്നെ ദ സെക്സ് ഓഫ് എ ന്യൂ ബോൺ ബേബി. സോ നമുക്കത് ബോയ് ഓർ ഗേൾ ആണെന്ന് അറിയാം. സോ വി കനോട്ട് പ്രെഡിക്റ്റ് വെദർ ഇറ്റ് ഈസ് ബോയ് ഓർ ഗേൾ. സോ ദാറ്റ് ഈസ് ഓൾസോ എ റാൻഡം എക്സ്പെരിമെന്റ്. ഓക്കെ, സോ റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് ഓർക്കുക. An experiment whose outcome cannot be predicted is called a random experiment.